ഹീമോഫീലിയ ബാധിതരായ കുട്ടികൾക്ക് വളരെ ആശ്വാസവും ആനന്ദവും പകരുന്ന അവരുടെ മാതാപിതാക്കൾക്കും ഒരു അനൗൺസ്മെൻ്റാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അതായത് അവർക്ക് കൊടുക്കേണ്ട വളരെ വില കൂടിയ മരുന്നാണ് എമിസിസൂമാബ് എന്ന ഈ മരുന്ന് 18 വയസ്സിൽ താഴെയുള്ള ഹീമോഫീലിയ ബാധിച്ച കുട്ടികൾക്ക് ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ നടത്തി കൊടുക്കുമെന്ന്. അപ്പോൾ ഒന്ന് ഓർക്കണം, ഈ ഹീമോഫീലിയ ബാധിച്ച് 18 വയസ്സിൽ താഴെയുള്ള 300ഓളം കുട്ടികളെയാണ് കേരളത്തിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഈ 300ഓളം കുട്ടികൾക്ക് ഇങ്ങനെ എമിസിസൂമാബ് മരുന്ന് ഫ്രീ ആയിട്ട് ഇഞ്ചക്ഷനാണ്. ഇപ്പോൾ അതിന് പകരം ഒന്നാമത് സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക് ഈ ചികിത്സ അണ്ടർഗോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. രണ്ടാമത് ആഴ്ചയിൽ 2 ദിവസമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്, ഇതിന് പകരമുള്ള ഇഞ്ചക്ഷൻ. ഈ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ അതീവ വേദന നൽകുന്ന ഇഞ്ചക്ഷനാണ്. അപ്പോൾ ഈ 2 ദിവസങ്ങളിലും 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അവരൊക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും. ഈ ആഴ്ചയിൽ 2 ദിവസം കുട്ടികളോടൊത്ത് മാതാപിതാക്കളും ഈ ചികിത്സയ്ക്ക് വേണ്ടി അവധിയെടുത്തോ അതല്ല കൂലിവേലക്കാരാണെങ്കിൽ ജോലിക്ക് പോകാതിരുന്നോ ഒക്കെ ഈ ചികിത്സയ്ക്ക് വേണ്ടി കുട്ടികളോടൊത്ത് കഴിയണം. കുട്ടികളാണെങ്കിൽ അതിവേദന സഹിച്ചു വേണം ഈ ആഴ്ചയിൽ 2 ദിവസമുള്ള ഇഞ്ചക്ഷൻ അണ്ടർഗോ ചെയ്യാൻ. അതേ സമയത്ത് ഈ പുതിയ മരുന്ന്, അതായത് എമിസിസൂമാബ്, ആ മരുന്ന് മാസത്തിൽ ഒരിക്കൽ ഇഞ്ചക്ഷൻ എടുത്താൽ മതി. തന്നെയുമല്ല വളരെ വേദന കുറവാണ്, നേരിയ വേദനയുണ്ട്. പക്ഷേ ആഴ്ചയിൽ 2 ദിവസം ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന വേദനയിൽ നിന്ന് വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള വേദന മാത്രമാണ് അവർ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പം ഇതുമൂലം ഇത് സർക്കാർ ഫ്രീ ആയിട്ട് ഇവർക്ക് ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്നത് വലിയ ഒരു സ്നേഹമാണ്, വലിയ ഒരു കരുതലാണ്. അല്ലെങ്കിൽ ഈ കുട്ടികൾ ഒരു പക്ഷേ ഇത് കൃത്യമായ അളവിൽ എടുക്കാതിരിക്കുകയോ കൃത്യമായ സമയങ്ങളിൽ എടുക്കാതിരിക്കാം, മാതാപിതാക്കൾക്കുള്ള ബുദ്ധിമുട്ട് അങ്ങനെ. അതേ സമയത്ത് ഈ കൂടുതൽ ശേഷിയുള്ള മരുന്ന് നൽകുക മുഖാന്തരം ഹീമോഫീലിയ ബാധിച്ചവർക്ക് എത്രയും നേരത്തെ ആശ്വാസം കണ്ടെത്താനാകും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പം നമ്മൾ ഇതേപ്പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്, കേരളത്തിലെ ഗവൺമെൻറ് സാധാരണ രീതിയിൽ ആതുര രംഗത്ത് പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന ഒരു നിലപാടുള്ള ഗവൺമെൻറ്റാണ്. അതുകൊണ്ടാണ് 2012 UDF ഗവൺമെൻറ് ഭരിച്ചിരുന്നപ്പോൾ ധനമന്ത്രിയായി KM മാണി ഉണ്ടായിരുന്നപ്പോൾ കാരുണ്യ ലോട്ടറി കൊണ്ടുവരികയും ആ കാരുണ്യ ലോട്ടറിയിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് 5 തരം മാരക രോഗങ്ങൾ, അതും അതീവ ചെലവേറിയ രോഗങ്ങൾ, ക്യാൻസർ, കിഡ്നി ഡിസീസ്, ലിവർ ഡിസീസ്, ഹാർട്ട് ഡിസീസ്, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾക്കാണ് സൗജന്യ ചികിത്സ ഉറപ്പാക്കിയിരുന്നത്. അങ്ങനെ ആ കാരുണ്യ ബെനവളൻസ് സ്കീം എന്നാണ് അതിന് അന്ന് പേരിട്ടിരുന്നത്. പിന്നെ LDF സർക്കാർ വന്നപ്പോൾ അതിനെ കാരുണ്യ ആരോഗ്യ പദ്ധതി എന്നാക്കി മാറ്റി. അങ്ങനെ അത് തന്നെ കാണിക്കുന്നത് കേരളത്തിൻ്റെ കരുതലാണ്, അതായത് ആതുര രംഗത്ത് പാവപ്പെട്ടവരിലുള്ള കരുതലാണ്. അത് UDF സർക്കാരാണെങ്കിലും LDF സർക്കാരാണെങ്കിലും അത്തരം പദ്ധതികളുമായിട്ട് മുൻപോട്ട് പോകുന്നത് എപ്പോഴും സ്വാഗതാർഹമായിട്ടുള്ള ഒരു നടപടിയാണ്, അനുമോദനം അർഹിക്കുന്ന നടപടിയാണ്. പക്ഷേ ഇപ്പോൾ കാരുണ്യ പദ്ധതി വലിയ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. അതായത് ലോട്ടറി വഴിയായിട്ട് ഇക്കഴിഞ്ഞ വർഷം 2023-24 12,686.99 കോടി രൂപ സർക്കാരിന് കിട്ടി. പക്ഷേ കാരുണ്യ ആരോഗ്യ പദ്ധതിയുടെ കീഴിൽ, അതായത് ഈ സൗജന്യ ട്രീറ്റ്മെൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ 5 മാരക രോഗങ്ങൾക്ക് ഗവൺമെൻറ് കൊടുക്കും എന്ന റീഇംബേഴ്സ് ചെയ്യും എന്ന ധാരണയിൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ആശുപത്രികൾക്ക് റീഇംബേഴ്സ് ചെയ്യുകയില്ല എന്ന് പറയുന്നില്ല. ഈ പ്രാവശ്യത്തെ, ഈ വർഷത്തെ ധനപ്രതിസന്ധി, ഒരുപക്ഷെ അത് കഴിഞ്ഞ ധനവർഷം മുതലേ തുടങ്ങിയിരുന്നു എന്ന് തോന്നുന്നു. ധനപ്രതിസന്ധി മൂലം ഒരുപാട് കുടിശ്ശിക കിടക്കുകയാണ്. ആ കുടിശ്ശിക കിടക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള പല ആശുപത്രികളും, ഒരുപക്ഷെ മുഴുവൻ ആശുപത്രികളും അതിൽ നിന്ന് പിന്മാറുന്ന ഒരവസ്ഥയാണിപ്പോൾ. അപ്പം അതിലേക്ക് ഗവൺമെൻറ് തീർച്ചയായിട്ടും സത്വര ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ആ സമയത്താണ് നമ്മളിപ്പോൾ നമ്മുടെ ദേശീയ ബജറ്റ്, യൂണിയൻ ബജറ്റ് 2024-25 അതിൽ ആരോഗ്യ പദ്ധതിന് എന്ത് കൊടുത്തിട്ടുണ്ട് എന്ന് നോക്കുക. അതായത് 2017 കൊണ്ടുവന്ന ദേശീയ ആരോഗ്യ നയം അനുസരിച്ച്
കേന്ദ്ര ഗവൺമെൻറ് GDPയുടെ 2% ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം, ചെലവഴിക്കണം ഓരോ ബജറ്റിലും എന്നാണ് അനുശാസിക്കുന്നത്. ഈ 2017 ദേശീയ ആരോഗ്യ സുരക്ഷാ നയം BJP ഗവൺമെൻറ്റിൻ്റേതാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നു കൃത്യമായും 2% എങ്കിലും ആരോഗ്യ മേഖലയ്ക്കായിട്ട് മാറ്റിവെക്കണമെന്ന്. ഇപ്രാവശ്യത്തെ ബജറ്റിലൂടെ കടന്നുപോയപ്പോൾ വലിയ സങ്കടം തോന്നിപ്പോയി. കാരണം ഇന്ത്യ എപ്പോഴും സാംക്രമിക രോഗങ്ങൾ ഒരു വലിയ രാജ്യമാണ്. ലോകത്തെ 1ാമത്തെ ജനസംഖ്യയായ 144 കോടി 17 ലക്ഷത്തെ പരിരക്ഷിക്കേണ്ട രാജ്യമാണ്. അതുമാത്രവുമല്ല, UN-ൻ്റെ കണക്കനുസരിച്ച് ലോകത്തെ പോഷകാഹാര ദാരിദ്ര്യമുള്ള കുട്ടികളിൽ 53% ഇന്ത്യയിലാണെന്നും കൂടി ഓർക്കണം. അങ്ങനെയുള്ള ഒരു രാജ്യമായിട്ട് പോലും ഗവൺമെൻറ് മാറ്റിവെച്ചിരിക്കുന്നത് 0.27% ഓഫ് GDP ആണ്. അതായത് 2% വേണമെന്ന് BJP ഗവൺമെൻറ് തന്നെ കൊണ്ടുവന്ന നയത്തിൽ പറയുന്നു. പക്ഷേ അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് 0.27% ആണ് എന്ന് പറയുമ്പോൾ എത്ര അശ്രദ്ധയോടെയാണ് ആരോഗ്യരംഗത്തെ ഗവൺമെൻറ്, ഇപ്രാവശ്യത്തെ ഗവൺമെൻറ് കൂട്ടുകക്ഷി ഗവൺമെൻറ്റാണ്, BJP സഖ്യകക്ഷി ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് എത്ര ലാഘവത്വത്തോടെയാണ് കാണിക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ സംസ്ഥാനങ്ങൾക്ക് ആകെ കൊടുക്കുന്ന അത് ആരോഗ്യത്തിനുള്ള വിഹിതമല്ല, സംസ്ഥാനങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന വിഹിതം, സംസ്ഥാനങ്ങൾക്ക് സെൻട്രൽ പൂൾ വഴിയായിട്ടും ഒക്കെ കൊടുക്കേണ്ട വിഹിതം, അത് -0.57% കുറവാണ് വന്നിരിക്കുന്നത്. -0.57% കുറവ്. അതായത് ഈ രാജ്യത്തെ 28 സംസ്ഥാനങ്ങൾക്കും കൂടാതെയുള്ള യൂണിയൻ ടെറിട്ടറികൾക്കും കൂടി മാറ്റിവെച്ചിരിക്കുന്ന തുകയിൽ പോലും കുറവ് വന്നിരിക്കുന്നു. കഴിഞ്ഞ ബജറ്റിൽ, അതായത് 2023-24 ബജറ്റിൽ മാറ്റിവെച്ചിരുന്നതിനേക്കാൾ -0.57 കുറവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് കുറവേ കിട്ടുന്നുള്ളൂ. ഓർമ്മിക്കുക, ധനമന്ത്രി 24,000 കോടിയുടെ ഒരു സ്പെഷ്യൽ പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു. അതിനെപ്പറ്റി ബജറ്റിൽ മെൻഷൻ പോലുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ആരോഗ്യ മേഖലയിൽ ഇതാണ് വച്ചിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ മാറ്റിവെക്കേണ്ട ഒരു മേഖലയാണ് ആരോഗ്യ മേഖല. അങ്ങനെ നമുക്ക് ഓർമ്മയുണ്ടാകും, കോവിഡ് കാലത്ത് ശവശരീരങ്ങൾ ഗംഗാ നദിയിൽ ഒഴുകി നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് പോലുമില്ല. അങ്ങനെയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അങ്ങനെയുള്ള രാജ്യത്താണ് ഇത്രയും കുറവ്. നയമുണ്ട്, തീരുമാനമെടുത്തത് ഇങ്ങനെയാണ്. അപ്പോൾ എന്താണ് പരിരക്ഷ? ആരെയാണ് പരിരക്ഷിക്കുന്നത്? ഇപ്പോൾ ഈ ബജറ്റിൽ നമുക്കറിയാം പരിരക്ഷിച്ചിരിക്കുന്നത് ബീഹാറിനെയും ആന്ധ്രാപ്രദേശിനെയും കോർപ്പറേറ്റുകളെയുമാണെന്ന്. ബാക്കി എല്ലാവരെയും കൈവിടിഞ്ഞിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കേരള ഗവൺമെൻറ് വലിയ ധനപ്രതിസന്ധിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഹീമോഫീലിയ രോഗികൾക്ക് ഇത്തരമൊരു കൈത്താങ്ങുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് പ്രശംസനീയമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ധനമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, എത്രയും പെട്ടെന്ന് കാരുണ്യ ആരോഗ്യ പദ്ധതിക്ക് കൊടുത്തു തീർക്കേണ്ട കുടിശ്ശിക കൊടുത്തു തീർക്കുകയും ആ സ്വകാര്യ ആശുപത്രികളെയൊക്കെ വീണ്ടും തിരിച്ച് ആ രംഗത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുക. അതോടുകൂടി നിങ്ങൾ ചേർത്ത് പിടിക്കുന്നത് ഇവിടുത്തെ നിർധനരായ രോഗികളെയാണ് എന്ന് ഓർത്തു വയ്ക്കുക.